ഉച്ചരിക്കാൻ കഴിയുന്ന വാക്കുകൾക്ക് അർത്ഥമില്ലെന്നറിയുകയാണു നീ. ഉച്ചരിക്കാൻ കഴിയാത്ത വാക്കുകൾക്ക് അർത്ഥം തിരഞ്ഞു തളരുകയാണു ഞാൻ. ഉച്ചരിക്കാൻ വാക്കു തിരയാതെ ഉള്ളിൽ പച്ചകുത്തിയൊരൻ പേര് വായിച്ച് നെഞ്ചുനീറി കരഞ്ഞുകൊണ്ടകലെ ഈ പമ്പരം പോലെ നീ കറങ്ങി മാഞ്ഞിടവേ. ഓമലേ, നിന്നോട് നേരു ചൊല്ലാനിനി നേരമില്ലൊട്ടുമേ ബാക്കി. അറിവിൻ്റെ നേരിലേക്ക് സ്വാഗതം. അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പവർ. ആദരണീയനായ ജൂറി അംഗം ശ്രീ വി കെ ശ്രീരാമൻ, നമസ്കാരം. ആൻഡ് വെൽക്കം ടു ദ ഷോ. ഈ ദിവസത്തെ ആദ്യത്തെ മത്സരാർത്ഥി ആരാണെന്നറിയുവാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ കാണാം. ഹായ്, എൻ്റെ പേര് മഹേഷ് എന്നാണ്. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്തുള്ള കുളനടയിലാണ് എൻ്റെ വീട്. ലൈബ്രറി സയൻസ് കോഴ്സാണ് ഞാൻ പഠിച്ചത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അമ്മൂമ്മ എന്നിവരാണുള്ളത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് അശ്വമേധം ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഞങ്ങൾക്കിടയിലൊക്കെ ഒരു തരംഗമായ അശ്വമേധം ആഞ്ഞടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല. സ്കൂളിൽ കുട്ടികൾ തമ്മിൽ അശ്വമേധം കളിക്കുക, അതിനെപ്പറ്റി സംസാരിക്കുക. ഈവൻ എൻ്റെ ക്ലാസ് ടീച്ചർ തലേദിവസത്തെ എപ്പിസോഡിനെ പറ്റി പിറ്റേ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ 21 ചോദ്യങ്ങൾ കൊണ്ട് മനസ്സിൽ വിചാരിച്ച വ്യക്തിയെ കണ്ടുപിടിക്കുന്ന ഈ ഒരു മാജിക് അന്ന് വരെ നമുക്കാർക്കും അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ പലരുമായിട്ടും അശ്വമേധം കളിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിൽ വിചാരിക്കുകയും അവർ മനസ്സിൽ വിചാരിച്ചത് കണ്ടെത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെയുള്ളൊരു മോഹമായിരുന്നു ഇതിൻ്റെ ഉപജ്ഞാതാവുമൊത്ത് എന്തെങ്കിലും ഒന്ന് അശ്വമേധം കളിക്കാമെന്നുള്ളത്. ഇവിടെ ഓഡീഷന് വന്നപ്പോഴും ഇപ്പോൾ മത്സരിക്കാൻ വരുമ്പോഴൊക്കെയുള്ള എൻ്റെ ആഗ്രഹവും അതുതന്നെയാണ്. നടക്കുമെന്നറിയില്ല, ചിലപ്പോൾ ഞാൻ ആദ്യ റൗണ്ടിൽ തന്നെ വീണ് പോയേക്കാം. എന്തായാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പന്തളത്ത് നിന്നെത്തിയ മഹേഷ് പടയെ പേടിച്ച് പന്തളത്ത് പോയപ്പോൾ പന്തളം ബാലൻ്റെ ഗാനമേള അല്ലേ? ഒരു നറുക്കെടുപ്പ്. മതങ്ങൾ എന്നതാണ് വിഷയം. ലോട്ടസ് ടെമ്പിൾ പാഴ്സി മതക്കാരുടെ ആരാധനാ കേന്ദ്രമാണ്. ശരിയോ തെറ്റോ? ശരി. ഒരുപക്ഷെ അശ്വമേധത്തിൽ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ പുറത്തു പോകുന്ന മത്സരാർത്ഥിയായി മഹേഷ് മാറുന്നു. ശരിയെന്ന ഉത്തരം തെറ്റാണ്. ബഹായി മതക്കാരുടെ ആരാധനാലയമാണ് ലോട്ടസ് ടെമ്പിൾ. ബാഡ് ലക്ക് പ്ലീസ്. നിമി പ്ലീസ്. ഈ കുതിര മത്സരിക്കാനുള്ള താങ്കളുടെ ആഗ്രഹത്തിന് പ്രതീകമായി കാത്തുനിൽക്കുന്നു. ഇത് ഒരു സാന്ത്വന സമ്മാനം. അശ്വമേധത്തിലെ ശരിയായ വിജയി മഹേഷാണെന്ന് ഞാൻ പറയും. കാരണം വിജയിക്കുന്നവർക്ക് നേടിക്കഴിഞ്ഞതേയുള്ളൂ. ആദ്യമേ പരാജയപ്പെടുന്നവർക്ക് ഇനി വരാനിരിക്കുന്ന ഒരുപാട് വലിയ വലിയ വിജയങ്ങളുടെ പ്രതീക്ഷ. ആരാണ് ഇനി മത്സരിക്കുന്ന മത്സരാർത്ഥി? നമുക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ. എൻ്റെ പേര് രാജു വാഴക്കാല. ഞാൻ കൊച്ചിയിലെ കാക്കനാടാണ് എൻ്റെ സ്വദേശം. എൻ്റെ ജോലി, ഞാൻ ദേശാഭിമാനി ഏജൻ്റാണ്. പിന്നീട് ലീവ് വേക്കൻസിക്ക് പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാൻ്റെ ജോലി ചെയ്യാറുണ്ട്. മറ്റ് പ്രവർത്തന മേഖലയെന്ന് വെച്ചാൽ ഞാൻ പ്രധാനമായിട്ടും ഒരു വിവരാശ പ്രവർത്തകനാണ്. പിന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസത്തെ വളർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഈ അശ്വമേധത്തിൽ വരുന്നത് തന്നെ നമ്മുടെ മലയാളികളുടെ രാവുകളൊക്കെ കരച്ചിലും കൂട്ടക്കരച്ചിലുമായി മാറ്റിയിരിക്കുന്ന ഒരു സമയത്താണ് കൈരളി അശ്വമേധമായിട്ട് വരുന്നത്. ആദ്യ പ്രാവശ്യം അതൊരു മികച്ച രീതിയിൽ പോയെങ്കിലും പിന്നീട് നിർത്തിക്കളയാനും, രണ്ടാമത് വന്നതും വീണ്ടും നമ്മുടെ മലയാളികളുടെ എന്താ പറഞ്ഞാൽ അറിവിനെയും വിജ്ഞാനത്തെയും അറിവിനെ തിരിച്ചറിയുന്നതിനുള്ളൊരു വേദിയായിട്ടാണ് ഞാൻ ഈ അശ്വമേധ വേദിയെ കാണുന്നത്. ഇനി ഞാൻ കടക്കാൻ പോവുകയാണ് അശ്വമേധത്തിലേക്ക്, അറിവിൻ്റെ ജനകീയ ഉത്സവത്തിലേക്ക്. ശ്രീ രാജു വാഴക്കാല. നമസ്കാരം ശ്രീ രാജു. ആ ബോളിൽ നിന്നൊരു വിഷയമെടുക്കാം. സ്വേച്ഛാധിപത്യം എന്നതാണ് താങ്കൾക്ക് ലഭിച്ച വിഷയം അല്ലേ? തിരികെ നിക്ഷേപിച്ചു. കംബോഡിയയിലെ സ്വേച്ഛാധിപതിയായിരുന്നു പോൾ പോട്ട്. ശരിയോ തെറ്റോ? ശരി. ശ്രീ രാജുവിൻ്റെ ഉത്തരം ശരിയാണ്. റിയൽ ട്രസ്റ്റിൻ്റെ 1000 രൂപ താങ്കൾക്ക് സമ്മാനം. അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. കൊലപാതകങ്ങൾ തിരികെ നിക്ഷേപിക്കും. സുകുമാരക്കുറുപ്പിനാൽ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ പേരെന്ത്? ചാക്കോ, അഗസ്റ്റിൻ? ചാക്കോ. ശരിയായ ഉത്തരം. റിയൽ ട്രസ്റ്റിൻ്റെ 2500 രൂപ താങ്കൾക്ക് സ്വന്തം. മൂന്നാം ബോൾ.
ആദ്യമായി തിരികെ നിക്ഷേപം. ആദ്യമായി ബഹിരാകാശത്തിൽ നടന്ന വ്യക്തി ആരാണ്? എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ്, അലക്സി ലിയാനോവ്. ഓപ്ഷൻ 3 അലക്സി ലിയാനോവ്. ശരിയായ ഉത്തരം. റിയൽ ട്രസ്റ്റിന്റെ 5000 രൂപയുടെ സമ്മാനം താങ്കൾക്ക് സ്വന്തം. ഹാവ് എ വിഷ്. സർദാർ പട്ടേൽ, ദേവിലാൽ, LK അദ്വാനി ഇവരിൽ ആരാണ് ആദ്യം ഉപപ്രധാനമന്ത്രി പദവി കൈവരിച്ചത്? സർദാർ പട്ടേൽ. ശരിയായ ഉത്തരമാണ്. റിയൽ ട്രസ്റ്റിന്റെ 10000 രൂപ താങ്കൾ നേടിക്കഴിഞ്ഞു. താങ്കൾ യാഗം വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു മിസ്റ്റർ രാജു. ശ്രീ രാജു യാഗം വിജയകരമായി പൂർത്തിയാക്കി. യജ്ഞത്തിലേക്ക് കടക്കുമോ എന്നറിയാൻ കാത്തിരിക്കണം. അതിനു മുൻപ് പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ എൻ്റെ ആദ്യത്തെ സൂചന ബർദൌളി. ശ്രീ രാജു വാഴക്കാലയുടെ തീരുമാനം നമുക്കിപ്പോൾ അറിയാം. Yes is the sign. And Mr. Raju, please walk in. എന്നോട് പറയേണ്ട വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിൻ്റെ പേര്. നെക്സ്റ്റ് ഓപ്ഷൻ. എനിക്ക് 2 ബോണസ് ചോദ്യങ്ങൾ തന്നുകൊണ്ട്. അപ്രൂവൽ കഴിഞ്ഞു കഴിയുമ്പോൾ രാജുവും ഞാനും പിന്നെ യജ്ഞം. സോ രാജു വാഴക്കാല, ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഇസ് ഇറ്റ് അപ്രൂവ്ഡ് സർ? അപ്രൂവ്ഡ്. ഇരിക്കും. സാറിനോട് ഈ വേദിയിലൊരു മാഷിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു. ചോദിച്ചോളൂ. പൈസ ഒഴിച്ച് ആണോ ചോദിക്കുന്നത്? എന്തായാലും എന്തെങ്കിലും ഈ വേദിയിൽ വരികയാണെങ്കിൽ മാഷിനോട് ചോദിക്കണമെന്ന് മനസ്സിൽ ഉറച്ചൊരു തീരുമാനമായിരുന്നു. ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുള്ള ഇന്നത്തെ നാട്ടിൽ മാഷ് എന്തുകൊണ്ട് ഇത്രയും അറിവ്, വിജ്ഞാനവും അറിവിനേക്കാൾ തിരിച്ചറിവുള്ള മാഷ് എന്തുകൊണ്ട് ഒരു സിവിൽ സർവീസ് തിരഞ്ഞെടുത്ത് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒരു ഭരണകർത്താവായി മാറാൻ അതിനുള്ള ശ്രമം നടത്തിയില്ല എന്നുള്ളൊരു നേരത്തെ മുതലുള്ള എൻ്റെ ഒരു ചോദ്യമാണ്. ഒരുപാട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിൽ ഒരാളാകുന്നതിനേക്കാൾ ഒരേ ഒരു GS പ്രദീപായി മാറിയിരിക്കുന്നതിലാണ് ജീവിതം ഇഷ്ടപ്പെടുന്നതും നല്ലതും എന്നുള്ള ആണ് എൻ്റെ ചിന്തയും എൻ്റെ വിശ്വാസവും. പക്ഷേ എൻ്റെ ഇതിൽ വെച്ച് അറിവുകളുള്ളവരുണ്ടെങ്കിലും പക്ഷേ തിരിച്ചറിവുകളുള്ളവർ ഇന്ന് സമൂഹത്തിൽ കുറവാണ്. പക്ഷെ അത് അങ്ങയിൽ ഞാൻ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇന്നത്തെ ഈ സമൂഹത്തിൽ അങ്ങേപ്പോലുള്ളവർ ഇത്തരം രംഗങ്ങളിലേക്ക് ഒരു ഗ്ലോറിഫൈഡ് സിവിൽ സർവൻ്റ് ആകാനുള്ള താല്പര്യം എൻ്റെ കുഞ്ഞുനാൾ മുതലില്ല. വായനയുടെയും ഇത്തരം ആക്ടിവിറ്റികളുടെയും ലോകത്തിൽ ജീവിക്കുക എന്നത് തന്നെയാണ് എൻ്റെ കുഞ്ഞുകാലം മുതലുള്ള ആഗ്രഹം. നമ്മുടെ ആഗ്രഹങ്ങളല്ലേ നമ്മൾ പൂർത്തീകരിക്കുക, അല്ലേ? ശരി, വേറെ എന്തുണ്ട് രാജു വിശേഷം? വിശേഷം പൊതുപ്രവർത്തകനാണ്, വിവരാശ പ്രവർത്തകനാണ്. ആ മേഖലയിലാണ് ഞാൻ കൂടുതലായിട്ട് നിൽക്കുന്നത്. പിന്നെ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനത്തിൽ എന്താ വെച്ചാൽ അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള ഞാൻ ആ ഏത് രാഷ്ട്രീയ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ ഇടതുപക്ഷ CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഞാൻ വായിച്ചറിഞ്ഞെടുത്തോളം കേരളം കണ്ട ഏറ്റവും വലിയ തലച്ചോറിനുടമ, ഏറ്റവും വലിയ അറിവും ഏറ്റവും വലിയ തിരിച്ചറിവും ഉണ്ടായിരുന്ന വ്യക്തിയുടെ പേര് എലങ്കുളത്ത് മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നാണ്. അദ്ദേഹം സിവിൽ സർവീസ് എഴുതിയില്ല, ശരിയല്ലേ? പക്ഷെ അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയായിരുന്നു. ഞാൻ അറിവ് എന്ന സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയാകാനാണ് ഇഷ്ടം. അതും ഒരു രാജ്യമാണ്. തുടങ്ങാം, നമുക്ക് തുടങ്ങാം. ഇന്ത്യൻ അല്ല. ഏഷ്യൻ അല്ല. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അല്ല. അമേരിക്കൻ ഭൂഖണ്ഡം അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? അതെ, ജീവിച്ചിരിപ്പുണ്ട്. പുരുഷൻ അല്ല. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ്? അല്ല.
മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട പ്രശസ്തി? അല്ല. അല്ല. ഔദ്യോഗിക രംഗവുമായി ബന്ധപ്പെട്ട പ്രശസ്തിയോ ബിസിനസ്സോ? അല്ല. 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 യൂറോപ്യനാണ്? ചോദ്യമാണോ? അല്ല. 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 ഏഷ്യനുമല്ല, യൂറോപ്യനുമല്ല, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളും അല്ല. 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 ഒരു റോയൽ പേഴ്സണാലിറ്റിയാണോ അവർ? അല്ല. 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 ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ്? അല്ല. ഒരു പ്രത്യേക സംഭവം വഴിയോ പ്രത്യേക കാരണം കൊണ്ടോ ആണോ അവർ പ്രശസ്തയായത്? അല്ല. അല്ല. ഒരു ഇൻസിഡന്റ് കൊണ്ടാണ് അവർ പ്രശസ്തയായത്? ഇൻസിഡന്റ് ആണ്. അങ്ങനെ പറയാൻ കഴിയില്ല. ഇൻസിഡന്റ് എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും സംഘടനയുമായി ബന്ധമുണ്ടോ? ഓർഗനൈസേഷണൽ റിലേഷൻസ്? സംഘടനയായിട്ടൊക്കെ വന്നുകൊണ്ട് ഉണ്ട്. ഉണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഏതെങ്കിലും വിഭാഗങ്ങളുമായിട്ട് അവർക്ക് ബന്ധമുണ്ടോ? അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ എന്ന് മാത്രം പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ കഴിയില്ല. ഏതെങ്കിലും രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. പറഞ്ഞോളൂ രാജു. ലൈബീരിയക്കാരിയായ 2011 സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയ എലൻ ജോൺസ് ഗോവെ. എലൻ ജോൺസ്? ശരിയല്ല, അത് ശരിയല്ല. അങ്ങനെയല്ല പേര്. എലൻ ജോൺസൺ സർലഫ് 2011 സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ ഏത് രാജ്യം? ലൈബീരിയ. ലൈബീരിയയിലെ മറ്റ് മൂന്ന് വനിതാ നേതാക്കളുടെ പേര് പറയാമോ? ആരാ ലൈബീരിയയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ്? അപ്പോൾ താങ്കൾ ഈ മത്സരത്തിന് വേണ്ടി മാത്രം ഒരു പേര് കാണാതെ പഠിച്ചതാണ് എന്നതാണ് സത്യം, അല്ലേ? സത്യം. നേരത്തെ പറഞ്ഞ തിരിച്ചറിവിനെ കുറിച്ച് പറഞ്ഞല്ലോ. അറിവ് നേടേണ്ടതും തിരിച്ചറിവ് ഉണ്ടാക്കേണ്ടതും ഇങ്ങനെ കേവലം ഉപരിപ്ലവമായ താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആഴത്തിൽ പഠിക്കാനും ആഴത്തിൽ അറിയാനും ശ്രമിക്കുമ്പോൾ മനസ്സിലായി. എലൻ ജോൺസൺ സർലീഫ്. എലൻ ജോൺസൺ സർലീഫ് ലൈബീരിയയുടെ പ്രസിഡന്റാണ്. ലൈബീരിയയുടെ 24ാമത്തെ രാഷ്ട്രപതിയാണ് സർലീഫ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് സർലീഫ്. സമാധാനത്തിനുള്ള 2011 നോബൽ സമ്മാനം, ഇന്ദിരാഗാന്ധി പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങൾ സർലീഫ് നേടി. കൺഗ്രാറ്റുലേഷൻസ്. താങ്കൾ മുറിയൽ പേഴ്സിന്റെ 27 സമ്മാനം സ്വന്തമാക്കി കഴിഞ്ഞു. ആദ്യ റൗണ്ടിൽ അദ്ദേഹം മത്സരിക്കാനായി ഒരു പേര് പഠിച്ചു. അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് അദ്ദേഹത്തിന് അത് മനസ്സിലാവുകയും ചെയ്തു. കേവലം ഉപരിപ്ലവമായി ചില കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല, വിജ്ഞാനത്തിൻ്റെ വിശാലമായ അറിവുകൾ സ്വന്തമാക്കാൻ വേണ്ടത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്ന വിശ്വാസത്തോടെ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപ് പ്രേക്ഷകരോടുള്ള ഈ ദിവസത്തെ രണ്ടാമത്തെ സൂചന. ബിസ്മാർക്ക്. ആദ്യ റൗണ്ടിൽ ശ്രീ രാജു വാഴക്കാല വളരെ മനോഹരമായ ഒരു തിരഞ്ഞെടുപ്പോടുകൂടി യജ്ഞത്തിലെ ആദ്യ റൗണ്ട് വിജയിച്ചു. രണ്ടാം റൗണ്ടിൽ മിർ റിയൽറ്റേഴ്സിൻ്റെ 50,000 രൂപയ്ക്ക് വേണ്ടിയുള്ള സമ്മാനത്തിനായി രാജു മത്സരിക്കും. മനസ്സിൽ ഒരു സംഭവം ക്ലിയർ ആയിരിക്കണം. യെസ് ഓർ നോ എന്ന് മാത്രം പറയുക. രാജു വിചാരിച്ചത് ഒരു നല്ല സംഭവമാണ്. നല്ല സംഭവം. അതോ അങ്ങനെ കൃത്യമായി പറയാൻ കഴിയാത്ത ഒന്നാണോ? ഇല്ല, നല്ല സംഭവം. ഏഷ്യയിൽ നടന്ന ഒരു സംഭവം. അതെ. ഇന്ത്യയിൽ? അതെ. കേരളത്തിൽ? അതെ. 1950 ശേഷം നടന്ന സംഭവം? അല്ല. 1900 ശേഷം നടന്ന സംഭവം? അതെ. 1936 നടന്ന സംഭവം? അതെ. അതെ. രാജു, ഇതൊന്നാണോ? അതെ. ഇത് രണ്ടാണോ? അതെ.
ഇത് 3 ആണ്. താങ്കൾ വിചാരിച്ചത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അതെ. ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് പുറപ്പെടുവിച്ച വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലും പിന്നീട് കേരളമൊട്ടാകെയും സാമൂഹിക പുരോഗതിക്ക് വഴിയൊരുക്കിയ അതിപ്രധാനമായൊരു നാഴികക്കല്ലായി 1936 നവംബർ 12 പുറത്തിറങ്ങിയ ഈ വിളംബരം വിശേഷിപ്പിക്കപ്പെടുന്നു. 1829 സതി നിരോധിച്ച ശേഷം സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കാരമായും ക്ഷേത്രപ്രവേശന വിളംബരം ഗണിക്കപ്പെടുന്നുണ്ട്. And Nimi, please. താങ്കളുടെ പത്രപ്രവർത്തനത്തിനും പൊതുപ്രവർത്തനത്തിനും മുതൽക്കൂട്ടാകട്ടെ ഈ കുതിര. ഇത് മിർ റിയൽറ്റേഴ്സ് താങ്കൾക്ക് നൽകുന്ന 5,000 rupees. പുത്തനാശയങ്ങളുമായി പുതിയ മത്സരാർത്ഥികൾ എത്തട്ടെ ഈ വേദിയിൽ. അതിനു മുൻപ് പ്രേക്ഷകർക്കായുള്ള ഈ ദിവസത്തെ സൂചന സ്റ്റീൽ എന്നതാണ്. സ്റ്റീൽ. ഈ വേദിയിലേക്ക് ഇനി വരുന്ന മത്സരാർത്ഥി ആര് എന്ന് നമുക്കിപ്പോൾ അറിയാം. എൻ്റെ പേര് സുരേഷ് KS. ഞാൻ കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്തുള്ള കയ്യൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന കുളപ്പുറത്ത് ഭീമൻ എന്ന അതിമാനുഷ്യൻ ജീവിച്ചിരുന്ന നാടാണ് കയ്യൂർ. എൻ്റെ വീട്ടിൽ എന്നെ കൂടാതെ 90 വയസ്സായ എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും രമ്യ എന്നീ 2 മക്കളുമുണ്ട്. ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളി കൂടിയാണ്. അതുകൂടാതെ അല്പസ്വല്പം പൊതുപ്രവർത്തനം കൂടി എനിക്കുണ്ട്. CPIM-ൻ്റെ ഭരണങ്ങാനം ലോക്കൽ കമ്മിറ്റി അംഗവും കയ്യൂർ ബ്രാഞ്ച് സെക്രട്ടറിയുമാണ്. അശ്വമേധത്തിൻ്റെ ആദ്യ ഭാഗങ്ങളുടെ ഒരു ഓർമ്മ വെച്ചാണ് കോട്ടയത്ത് വെച്ച് നടന്ന ഓഡീഷനിൽ ഞാൻ പങ്കെടുത്തത്. അവിടെ GS പ്രദീപ് സാർ നേരിട്ട് പങ്കെടുക്കുമെന്നോ ഞാനുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടാകുമെന്നോ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്നാൽ അവിടെ വെച്ച് അദ്ദേഹം എന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും ചിലതിനെല്ലാം ഞാൻ ഉത്തരം പറയുകയും ചെയ്തു. എങ്കിലും എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. വിചാരിച്ചപ്പോൾ പങ്കെടുക്കാനൊന്നും മടിച്ചെങ്കിലും എൻ്റെ കുടുംബത്തിലുള്ളവരും സുഹൃത്തുക്കളും സഖാക്കളും അടങ്ങുന്ന നാട്ടുകാർ എല്ലാവരുടെയും പ്രോത്സാഹനം കൊണ്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ബേസിക്കലി ഞാനൊരു ചെസ് പ്ലെയർ കൂടിയാണ്. ചെസ് ബോർഡിൽ കളിക്കുമ്പോൾ വിജയം കൊയ്യുവാൻ അശ്വം എന്നെ സഹായിക്കാറുണ്ട്. എന്നാൽ GS പ്രദീപ് സാർ എന്ന ഗ്രാൻഡ് മാസ്റ്ററുടെ അശ്വം എന്നെ സഹായിക്കുമോ എന്ന് എനിക്ക് തീരെ അറിയില്ല. എങ്കിലും അറിവിൻ്റെ ലോകത്തെ ചക്രവർത്തിയായ ഗ്രാൻഡ് മാസ്റ്ററുടെ മുന്നിലേക്ക് ഞാൻ കടക്കുകയാണ്. അതെ, യാഗഭൂമിയിലേക്ക് ഞാൻ പോവുകയാണ്. So that was Mr. സുരേഷ് ഫ്രം കോട്ടയം. നമസ്കാരം സർ. നമസ്കാരം. ഒരു വിഷയമെടുക്കാം. എന്താണ് സാർ? സ്വാതന്ത്ര്യം. തിരികെ നിക്ഷേപിച്ചു. കെനിയയുടെ സ്വാതന്ത്ര്യ ചരിത്രം ജോമോ കെനിയട്ടയുടെ ജീവിതമാണ്. ശരിയോ തെറ്റോ? ശരി. താങ്കളുടെ ഉത്തരം ശരിയാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ താങ്കൾക്ക് സമ്മാനമായി ലഭിക്കുന്നു. അടുത്ത ബൗളിലേക്ക്. വിശേഷണങ്ങൾ. ഗോൾഡൻ ഗേറ്റ് എന്നറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ ആണോ ചിക്കാഗോയാണോ? ചിക്കാഗോ. ഗോൾഡൻ ഗേറ്റ്. സാൻ ഫ്രാൻസിസ്കോ. ശരിയായ ഉത്തരം. മിർ റിയൽറ്റേഴ്സിന്റെ 2500 രൂപ താങ്കൾക്ക് സ്വന്തം. അടുത്ത രക്തത്തിൽ മുറിവുകളേൽക്കുമ്പോൾ രക്തം സെപ്റ്റിക് ആകാതിരിക്കാൻ വേണ്ടിയുള്ള ആന്റിസെപ്റ്റിക് ആയ ചികിത്സാ രീതികൾ ആദ്യം കണ്ടുപിടിച്ചയാൾ ആരാണ്?
ലൂയി പാസ്റ്റർ, അലക്സാണ്ടർ ഫ്ലെമിംഗ്, ജോസഫ് ലിസ്റ്റർ. അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഒരിക്കൽ കൂടി ഓപ്ഷൻ ആണെന്ന് പറയാം. ലൂയി പാസ്റ്റർ, അലക്സാണ്ടർ ഫ്ലെമിംഗ്, ജോസഫ് ലിസ്റ്റർ. ലൂയിസ് പാസ്റ്റർ. തെറ്റിപ്പോയി സർ. രണ്ടവസരങ്ങൾ ഇനിയൊരു അവസരങ്ങളില്ല സർ. 3 ചോയ്സിൽ 2 തെറ്റിപ്പോയി. അത് ഇനിയൊരു അവസരം, മൂന്നാമത്തേത് ഉത്തരം മാത്രമായി. ജോസഫ് ലിസ്റ്റർ ആണ്. വരണം സർ. ഒരു ചോയ്സ് തെറ്റി, രണ്ടാമത്തെ ചോയ്സ് തെറ്റിയിട്ട് പിന്നെ മൂന്നാമത്തെ ചോയ്സിന് ചോദിക്കുന്നത് ലോജിക്കല്ലല്ലോ സർ. ഇത് നാട്ടിൽ സുഹൃത്തുക്കളെ കാണിക്കണം, അശ്വമേധത്തിൽ പങ്കെടുത്തതിൻ്റെ ഓർമ്മയ്ക്ക്. ശരി. ഇത് മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ഒരു സാന്ത്വനമാണ്. പ്രേക്ഷകർക്കുള്ള സൂചനകൾ 3 കഴിഞ്ഞു. എങ്കിലും ജോസഫ് ലിസ്റ്ററെ കുറിച്ച് ചിലത് പറയാതെ വയ്യ. ആ കാലഘട്ടങ്ങളിൽ യുദ്ധങ്ങളിൽ മുറിവുകൾ ഏൽക്കുന്നത് സ്വാഭാവികം. എല്ലാ ഭടന്മാരും ആശുപത്രികളിലേക്ക് ചെല്ലും. മുറിവുകളെല്ലാം പഴുക്കുകയും വ്രണമാവുകയും പലരും ആ മുറിവുകൾ കൊണ്ട് തന്നെ, താരതമ്യേന ചെറിയ മുറിവുകൾ കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്യും. മുറിവുകൾ ശുചീകരിക്കാനും കൃത്യമായി സർജറി നടത്താനുമുള്ള സംവിധാനങ്ങളില്ലാതിരുന്ന സമയത്താണ് ജോസഫ് ലിസ്റ്റർ ആൻറ്റിസെപ്റ്റിക്കായ ചികിത്സാ രീതികൾക്ക് വേണ്ടി ആൻറ്റിസെപ്റ്റിക് ആവിഷ്കരിച്ചത്. സല്യൂട്ട്സ് ടു ഗ്രേറ്റ് മാൻ ജോസഫ് ലിസ്റ്റർ. ഇനി വരുന്ന മത്സരാർത്ഥി ആര് എന്ന് ഈ പ്രൊഫൈൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹായ് വ്യൂവേഴ്സ്, എൻ്റെ പേര് റൺസി മാത്യു. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഞാൻ LLB ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഞാനും അമ്മയുമാണ് താമസിക്കുന്നത്. എൻ്റെ ഫാദർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. സ്വപ്നം കാണാതിരിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ് എൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രചോദനകരമായ വാക്കുകളായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വായിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. മാഗസീൻസൊക്കെ, കുറച്ചൊക്കെ നോവൽസൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്നുള്ള നോവലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം, ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി. അതോടൊപ്പം ഞാൻ നല്ലപോലെ പാട്ട് കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. പാട്ടുകൾ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് കർണാട്ടിക്, വെസ്റ്റേൺ, ഫ്യൂഷൻ മ്യൂസിക് ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഫേസ്ബുക്കിലൊക്കെ അത്യാവശ്യം ആക്റ്റീവാണ്. ധാരാളം ഫ്രണ്ട്സുണ്ട്, എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ കൂടെ ഞാൻ കുറച്ചൊക്കെ വായിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്, ആർട്ടിക്കിൾസൊക്കെ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഓഡീഷനിലാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. അശ്വമേധം ഒരു രസകരമായ ഒരു കാര്യം, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് അശ്വമേധം ഒരു ഗെയിമായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു ഓർമ്മയായിട്ട് മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ എൻ്റെ വളരെ തുച്ഛമായ അറിവ് വെച്ച് ഞാൻ ഒരു പോരാട്ടത്തിനാണ് ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ GS പ്രദീപ് സാറിനോട് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് വലിയൊരു അഹങ്കാരമായി പോകും. അതുകൊണ്ട് തന്നെ കൂടുതൽ അറിവുകൾ നേടാനുള്ളൊരു പ്രചോദനമായി തീരട്ടെ ഈ ഒരു പ്രോഗ്രാമിന് എനിക്ക് കിട്ടിയ അവസരം എന്നും കണക്കാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൂടുതൽ അറിവ് നേടാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്, എക്സൈറ്റഡ് ആണ് ഞാൻ. ടെൻഷനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെൻറ്റാണ് എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത്. അശ്വമേധത്തിൽ പങ്കെടുത്ത് എന്തെങ്കിലും ഒരു തുക എനിക്ക് ലഭിക്കുകയാണെങ്കിൽ, സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ചില സുഹൃത്തുക്കളെ എനിക്കറിയാം. അവരെ സഹായിക്കാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അശ്വമേധത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായൊരു തീരുമാനമായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ടാണ് അശ്വമേധത്തിൻ്റെ ഓഡിഷൻ നടക്കുന്നു എന്നുള്ള സ്ക്രോളിംഗ് ഞാൻ TV യിൽ കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഇവിടേക്ക് ഓഡീഷനിൽ പങ്കെടുക്കാൻ ഞാൻ തയ്യാറാവുകയായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളുടെ പിന്നെ എൻ്റെ മാതാപിതാക്കളുടെയും ഒരു സപ്പോർട്ട്, ഒരു മോറൽ സപ്പോർട്ട് എനിക്ക് ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും ഉണ്ട്. അവരോടെല്ലാം ഞാൻ നന്ദി സൂചിപ്പിച്ചുകൊണ്ട് ഒട്ടും അഹങ്കാരമില്ലാതെ സന്തോഷത്തോടുകൂടി എക്സൈറ്റ്മെൻറ്റോടുകൂടി ഞാൻ GS പ്രദീപ് സാറിനോടൊപ്പം അശ്വമേധ പരിപാടിയിലേക്ക് കടക്കുകയാണ്. So that was Ransi Matthew from Trivandrum. Ransi, Yes, sir. you can start your yaga. Thank you, sir. രക്തസാക്ഷി. രക്തസാക്ഷി എന്നതാണ് റൺസി നേടിയെടുത്ത വിഷയം അല്ലേ? അതെ. തിരികെ ഇട്ടു.
ഫ്രഞ്ച് റവല്യൂഷന് നേതൃത്വം കൊടുത്ത റോബസ്പിയറും ഒടുവിൽ ഗില്ലറ്റിനിരയായി രക്തസാക്ഷിയായി. ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ്. ശരിയാണ് റൺസി. യു ഹാവ് വൺ റുപ്പീസ് 1000 ഫ്രം മെർ റിയൽറ്റേഴ്സ്. രണ്ടാം ബൗൾ വെച്ചു. ഗണിതം, മാത്തമാറ്റിക്സ്. ഗണിതം, മാത്തമാറ്റിക്സ്. What is the value of Pythagoras number? 24/7 or 22/7? 22/7. 22/7. ശരിയായ ഉത്തരം. You have won rupees 2,500 from Mer Realtors. Congratulations. മൂന്നാമത്തെ മിനിറ്റ്. സൗരയൂഥം. സൗരയൂഥം തിരികെ ഇട്ടു. സൗരയൂഥത്തെക്കുറിച്ചുള്ള ചോദ്യം ഇതാണ്. 75 വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷപ്പെടുന്ന കോമറ്റിന്റെ പേര് എന്താണ്? ഹാലിസ് കോമറ്റ്. ഹാലിസ് കോമറ്റ്. ചോയ്സുകൾ വേണ്ട. ശരിയായ ഉത്തരം. You have won rupees 5,000 from Mer Realtors. ഇനി ഒരു വിഷുല്ല. ആരാണ് ഈ പ്രതിഭാശാലി? ക്ലൂ. മനസ്സിന്റെ ആഴമളക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ചിന്തകൾ കൊണ്ട് ദേഹത്തിന്. ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ എന്ന് നോക്കാം. സിഗ്മണ്ട് ഫ്രോയിഡ്. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻ. യു ഹാവ് won rupees 10,000 from Mer Realtors. വെൽ ഡൺ റൺസി. റൺസി യാഗം പൂർത്തിയാക്കിയിരിക്കുന്നു. റൺസി യാഗം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി യജ്ഞത്തിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ? കാത്തിരുന്ന് കാണാം. Yes, it's the sign, and Ransi, welcome to the show. യജ്ഞത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. നന്നായി ഷഫിൾ ചെയ്ത് അതിൽ നിന്നൊരു വിഷയം. ആ വിഷയം എന്നോട് പറയരുത് കേട്ടോ. ഓക്കെ. ആ വിഷയത്തിൽ എഴുതിയിരിക്കുന്ന അതിലെഴുതിയിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിന്റെ പേര് പഠിച്ചു. When Ransi get approved, we will run to see Yajnam. So Ransi, well done. താങ്ക് യു സർ. All the best. താങ്ക് യു. റൺസി ഒരു സുന്ദരനാണ് കേട്ടോ. താങ്ക് യു സർ. LLB ഏത് വർഷം? ഞാൻ LLB കഴിഞ്ഞു സർ. കഴിഞ്ഞു. റിസൾട്ട് വെയിറ്റ് ചെയ്യാൻ. സന്നദ്ധ എടുത്തോ? ഇല്ല, റിസൾട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യാം. അതെ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. താങ്ക് യു സർ. എവിടെയാ പഠിച്ചതൊക്കെ? ഞാൻ ലോ അക്കാഡമി ആയിരുന്നു, പേരൂർക്കട. ലോ അക്കാഡമിയിലാണ് പഠിച്ചത്. അതിന് ഞാൻ ഡിഗ്രി ചെയ്തിരുന്നു മാർവാൻസിൽ. മാർവാൻസിൽ എന്താ വിഷയം? ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ് ആയിരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണോ കിട്ടിയത്? അല്ല. അല്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. റൺസി വിചാരിച്ച പേര് അപ്രൂവ്ഡ് സർ? അപ്രൂവ്ഡ്. റൺസി, is it an Indian? യെസ് സർ. Yes. Is it a Malayali? യെസ്. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ട്? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം? അല്ല. 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 സ്പോർട്സ്, സയൻസ്, സ്പേസ്? അതെ. സ്പോർട്സ്? അതെ. അതെ. 50 വയസ്സിന് മുകളിൽ പ്രായം, സ്പോർട്സ്? അതെ. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ? അല്ല. അല്ല. പന്തുപയോഗിച്ചുള്ള ഒരു കളി? അതെ. 50 വയസ്സ് കഴിഞ്ഞു, ഉറപ്പാണ്? അതെ, കഴിഞ്ഞു. ചെറിയ പന്താണോ? അതെ. അതെ. രാജ്യത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ടോ? ഉണ്ട്. കളിച്ചിട്ടുണ്ടോ? വ്യക്തം അങ്ങനെ ചോദിച്ചാൽ
ഇല്ല. രാജ്യത്തിന് വേണ്ടി കളിച്ചിട്ടില്ല. ഇല്ല. പക്ഷെ എന്നാൽ ആദ്യം കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. രാജ്യത്തിൻ്റെ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലേ? അതെ. അദ്ദേഹത്തിൻ്റെ വിരലടയാളവും സുനിൽ വാസന്റെ വിരലടയാളവും ഒന്ന് തന്നെയാണോ? ഒന്ന് തന്നെ ആവാനാണ് സാധ്യത. യെസ് ഓർ നോ? യെസ്. So that was Sunil Vasan, Yes, sir. the first Malayali to be included in the Indian cricket team, right? Yes. സുനിൽ വത്സൻ 1983 ലോക ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കളിക്കാരനാണ് സുനിൽ വത്സൻ. ആന്ധ്രാപ്രദേശിലെ സെക്കന്ദരാബാദുകാരനായ ഇദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ ലോകകപ്പിൽ കളിക്കാനായില്ല. അതുമാത്രമല്ല, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു അന്താരാഷ്ട്ര മത്സരങ്ങളിലും ഇദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചില്ല. 1983 ഇന്ത്യൻ സ്ക്വാഡിൽ അംഗമായിരുന്നു സുനിൽ വാസൻ. പക്ഷേ അന്ന് കളിക്കാനുള്ള അവസരം കിട്ടിയില്ല സുനിൽ വാസൻ. അതുപോലെ തന്നെയാണ് മറ്റു രാജ്യങ്ങളിലും ഒരുപാട് പ്രതിഭാശാലികൾക്ക് അവസരം കിട്ടാതായിട്ട്. നിമ്മി പ്ലീസ്. ഇത് സുനിൽ വാസനെ പോലെ ഒരു പരിമിത അവസരത്തിൽ മാത്രം ജീവിതം ഒതുങ്ങിപ്പോകാതെ ഉയർന്ന അവസരങ്ങൾ താങ്കളെ എത്താനുള്ള പ്രചോദന മാർഗമാകണം ഈ അശ്വമുഖം. തീർച്ചയായും. And this is a special cash award from Realtors for ₹2,500. പ്രേക്ഷകർക്കായുള്ള ഇന്നത്തെ സൂചനകൾ ഒരിക്കൽ കൂടി. സൂചന 1 ബർദൌളി, സൂചന 2 ബിസ്മാർക്ക്, സൂചന 3 സ്റ്റീൽ. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. 1983 ലോകകപ്പ്, ആ കാലഘട്ടത്തിലെ കളിക്കാർ, അത് ഗവാസ്കറിൽ തുടങ്ങി രവിശാസ്ത്രിയിലൂടെ, ശ്രീകാന്തിലൂടെ, ബൽവീന്ദർ സിംഗ് സന്ധുവിലൂടെ, എന്തിന് അശോക് മൽഹോത്രയിലൂടെ, അരുൺ ലാലിലൂടെ, സുനിൽ വാസനിലൂടെ, മദൻ ലാലിലൂടെ, റോജർ ബിന്നിയിലൂടെ, സയ്യിദ് ഹുസൈൻ കിർമാനിയിലൂടെ എല്ലാം എത്തി നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഒരു ഇസ്നോഫീലിയക്കാരൻ്റെ മുഖം. മൂക്കിങ്ങനെ എപ്പോഴും ചുഴറ്റിക്കൊണ്ടിരിക്കുന്ന സാക്ഷാൽ കൃഷ്ണമാചാരി ശ്രീകാന്തിൻ്റെ മുഖം. ശുഭരാത്രി ഫ്രം GS.